ആശാൻ ഇല്ലേ? ഏതാശാൻ? ആശാൻ ഇവിടെ ഇല്ലല്ലോ അല്ലേ? ആശാൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ല. എന്ത് പറഞ്ഞാലൊക്കെ നിങ്ങളുടെ ആശാൻ ഇത് എവിടെ പോയി? ആശാൻ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ അവിടുത്തെ പുരോഗമനം പാർട്ടിയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്. ആ ബെസ്റ്റ്. നിങ്ങളുടെ പാർട്ടി ഈ കേരളത്തിൽ തന്നെ ഒതുങ്ങിപ്പോയത് എന്തോ മഹാഭാഗ്യം. ഇനി പാർട്ടി വളർത്താൻ നോർത്ത് ഇന്ത്യ ചെന്നിട്ട് അവിടുത്തെ നാട്ടുകാരുടെ അടിയും കൊണ്ടുകൊണ്ട് ഓടരുത്. അതെന്താ മെമ്പർ അങ്ങനെ ഒരു വർത്താനം? കഴിഞ്ഞ തവണ വരെ നമ്മുടെ ആശാൻ തന്നെയല്ലേ ജയിച്ചത്. ഇത്തവണ 10 വോട്ടിന് മെമ്പർ വിജയിച്ചു. അത് ചിലപ്പോ കള്ളവോട്ടൊക്കെ ആയി. അതെ, 10 അല്ല, ഓരോ വോട്ടിനാണേലും ജയം തന്നെയാ. ആശാന്റെ അത്രയൊന്നും മെമ്പർക്ക് എത്താൻ പറ്റിയിട്ടില്ല. ആശാൻ കഴിഞ്ഞ തവണ എത്ര തവണയ്ക്ക് വോട്ടിനെ വിജയിച്ചേ? എത്ര വോട്ടാ? 110 വോട്ട്. ഓ, 110ന്റെ ഒന്നല്ലേ കുറവുള്ളൂ. 10 വോട്ട് കൂടുതലില്ലേ? 110. ഒരു കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. ഇവിടെ നിന്ന് തിരിഞ്ഞു കളിക്കാതെ പോവാൻ നോക്കാം. എന്നിട്ട് ആശാനുള്ളപ്പോ അതൊക്കെ എന്തിനാ നീ അന്വേഷിക്കുന്നത്? അല്ല, ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. കാണത്തില്ല. അവന് ഇവിടുത്തുകാരനല്ല, അവന് UK കാരനാ. എന്റെ ആങ്ങളയുടെ മോനാ മണിക്കുട്ടൻ. എന്റെ മോളെ ഞാൻ അവനെ കൊണ്ട് കെട്ടിക്കാൻ പോവാ. കണ്ണുകളിൽ ഇപ്പൊ ബുൾസൈ പോലെ താഴത്തോട്ട് വീഴൂല്ലേ? അവള് കൊച്ചു പെണ്ണാണോ, അവളെ കെട്ടിക്കാറായോ എന്നൊക്കെ അവളെ പെറ്റ ഞാൻ തീരുമാനിക്കും, അല്ല നീ. ആശാൻ അവിടെ പുരോഗമന കാര്യങ്ങളായിട്ട് നടക്കണല്ലോ. ആശാന്റെ അടുത്ത് കൂടി ഡിസ്കസ് ചെയ്യാം. എന്ത് കാര്യത്തിന്? അവളെ പെറ്റതേ ഞാനാ. അത് എന്റെ സമ്മതമൊന്നും എനിക്ക് വേണ്ട. എന്റെ മോളെ ഞാൻ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. എന്നാലും അതല്ലല്ലോ, ആശാനാണല്ലോ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. അയ്യോ, ഒരു അഭിപ്രായം കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ അഭിപ്രായം ഒന്നും ഇവിടെ ആവശ്യമില്ല. നിന്ന് തിരിഞ്ഞളിക്കാതെ വേഗം വീട്ടിൽ പോകാം. പയ്യനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കണ്ട. UK എന്തൊക്കെ കൂടുതൽ അന്വേഷിക്കാനൊന്നുമില്ല. എന്റെ കുടുംബത്തെ കൊച്ച, എന്റെ ആങ്ങളയുടെ മോനാ. അവനെ പറ്റി ഞാൻ ഇനി എന്തോന്ന് കൂടുതൽ അന്വേഷിക്കാനായിട്ട്? അല്ല, ഇതൊക്കെ പറയാ നീ ആരാ? നീ എന്റെ വീട്ടിൽ കുടുംബത്തെ അംഗമാണോ? അല്ലല്ലോ. അല്ല, ആശാന്റെ വലം കൈയാണല്ലോ ഞാൻ. ആശാന്റെ വലം കൈയോ ഇടം കൈയോ വാലോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ. ഇവിടെ വേണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. പോവാൻ നോക്ക്. എന്നിട്ടേ നിങ്ങളുടെ ആശാനുള്ളപ്പോ എഴുന്നള്ളു. പോ സ്ഥലം വിട്. അപ്പോ എന്റെ മോളെ കെട്ടിക്കുന്നതിന്റെ വിശേഷം അറിയാൻ വന്നിരിക്കുന്നു. എവിടെന്ന് വന്നോ എന്തോ. സുജിത്ത്, നീ ഇതെവിടെയാ? നാട്ടിലെ ഒരു അവതാരം വന്നിട്ടുണ്ട്. നീ ഒന്ന് കരുതിയിരുന്നോ? നിന്നും പറ്റിക്കവൻ എന്നെ പറ്റിച്ച്. പിന്നെ അവനെയും വ്ളോഗും പരിപാടിയൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി. മരുമോൻ അത്ര ആര്? പരിചയപ്പെട്ടായിരുന്നല്ലേ? പിന്നല്ലാണ്ട് അവന്റെ എന്താടാ എനിക്കും തോന്നിയിരുന്നു. ഞാൻ പേടിച്ച പോലെ അവന് മുന്നിൽ അഭിനയിച്ചു, വേറൊന്നും ചെയ്തില്ല. നീയോ? എന്നെ പേടിപ്പിക്കാനൊന്നും പറ്റില്ല. ഒട്ടും പേടിച്ചില്ലല്ലേ? നെഞ്ചിനകത്ത് എന്താ ശിങ്കാരിമാളോ? അത് അവനെ പേടിപ്പിച്ചതിന്റെ അല്ല. അത് ഞാനിപ്പോ മെമ്പറെ കണ്ടിരുന്നു. മെമ്പർക്ക് അവനെ കൊണ്ട് അവളെ കെട്ടിക്കാനുള്ള ഉദ്ദേശം നടക്കൂല. അത് ചിലപ്പോൾ നടക്കും. കാരണം അവനും വ്ളോഗ് ഇവിടും വ്ളോഗ്. ഓരോരുത്തരും അവൻ UK. പക്ഷെ ഒരു കാര്യം, ഇവിടെ ഒരു UK മതി, അത് ഉണ്ണികൃഷ്ണൻ. അവനൊരു പണി കൊടുക്കണ്ടേ? കൊടുക്കണം. അതിനാ നിന്റെ അടുത്ത് വന്നത്. എന്താ പ്ലാൻ? എന്താ നീ പറയടാ. എനിക്കല്ല അങ്ങനത്തെ കുരുട്ട് പുതിയൊക്കെ കിട്ടുക. ചെറുതായിട്ടൊന്ന് ഒരു വഴിയുണ്ട്. എന്താ? വാ, അവരി കൂടെ പറഞ്ഞ വരാം. ബ്രോ, ഞങ്ങൾക്ക് ഒരാളെ പറ്റിക്കണം. ഇതിനാ ഞാൻ വെയിറ്റ് ചെയ്തത്. എനിക്ക് ഇവിടെ ഒരു ടീം ഉണ്ടാക്കണം. ആരെ പറ്റിക്കണ്ടേ? അല്ല ബ്രോ, ഇതിന് ദിവസക്കൂലിയ മാസക്കൂലിയാ? ഡിപെൻഡ്സ് ഓൺ വ്യൂവേഴ്സ്. ഓക്കെ, ഇതിന് സീസൺ ഉണ്ടോ? കന്നിമാസം ചിങ്ങമാസം എന്ന് പറഞ്ഞ പോലെ ആൾക്കാരെ പറ്റിക്കുന്നത്? അത് പറ്റിക്കില്ലടാ. രണ്ടും തന്നെ. നിങ്ങൾക്ക് ആരെ പറ്റിക്കണ്ടേ? ലേഡി ഓർ മെയിൽ? ഒരാളെ പറ്റിച്ചാൽ മതി. ആരായാലും മതി. നോ മാൻ, ഞാനാണോ പെണ്ണാണോ? ആണ്. ആണ്. ഓ, then it makes my task easy. കാരണം പെണ്ണുങ്ങളെ പറ്റിക്കാൻ നമ്മുടെ നാട്ടിലായതുകൊണ്ട് 1 task ആണ്. നിങ്ങളെ തന്നെ പറ്റിച്ചില്ലേ? അപ്പോട്ടെ. ഓക്കെ, ഇയാൾക്ക് എത്ര ഏജ് കാണും? ഒരു 30 വയസ്സ് കാണും. 30 വയസ്സ് കാണും. ഹൈറ്റ്, ബോഡി ഒരാളുണ്ടാവും. ഓക്കെ, അതായത് നമുക്ക് ഈസിയാണ്. എങ്ങനത്തെ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതിനല്ലേ നിങ്ങളുടെ അടുത്ത് വന്നത്. നിങ്ങൾക്ക് എൻ്റെ ഐഡിയ വേണം, ഞാൻ പ്രാങ്കും ചെയ്യണം. ഓക്കെ, നമുക്ക് അകത്തിട്ട് കത്തിക്കണോ അതോ പുറത്തിട്ട് പറ്റിക്കണോ? റോട്ടിട്ട് പറ്റിക്കണോ? വീട്ടിട്ട് പറ്റിക്കണോ? പറയൂ എങ്ങനെ പറ്റിക്കണോ? പുറത്തിട്ട് പറ്റിച്ചാൽ മതി. പുറത്തിട്ട്. ഓക്കെ, അധികം ആൾക്കാരുടെ സ്ഥലത്ത് പേടിച്ച് പറക്കൂലോ. ഇയാൾ ഈ പേടിച്ച കൂട്ടത്തിലൊന്നുമല്ലല്ലോ. പേടിച്ച് അറ്റാക്ക് ഒക്കെ വന്നത് എനിക്ക് തിരിച്ച് UK പോകേണ്ടതാണേ. ഇല്ല, അതൊന്നും കുഴപ്പമുണ്ടായിരിക്കില്ല. ഭയങ്കരമായിട്ട് പറ്റിക്കണം. അതെ, നല്ല കനത്തില് പറ്റിക്കണം. കനത്തിൽ
വാ നോക്കാം. ഓക്കെ. എന്നാ നമുക്ക് നൈസായിട്ട് നാടകം ഇഷ്ടപ്പെട്ടിരുന്നോ? ഓ ഇല്ല, നാട് ഫുള്ള് കണ്ടിട്ടില്ല. കാണും. നല്ല രംഗഴി. നമ്മൾ എവിടെ പ്രാങ്ക് ചെയ്യുന്നത്? നമ്മൾ ബ്രോനെ ഇവിടെ കയറ്റിയിടുന്നു. ഓക്കെ ദെൻ. ഓക്കെ കേരളക്കടാ ബ്രോ അപ്പൊ ആരെയാ നമ്മൾ പ്രാങ്ക് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ എന്നെ കണ്ട് പേടിച്ചിട്ട്. ഓക്കെ ഓക്കെ. ബ്രോനെ ഇപ്പൊ ഇവിടെ കെട്ടിയിരുന്നായിട്ട് ബ്രോനെ അഭിനയിക്കണം. ഓ ആക്ടിങ്. ഓക്കെ നല്ല ടൈറ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ ബ്രോ എവിടെ ക്യാമറ? അത് ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രോസ് യു ആർ സോ പ്രൊഫഷണൽ. ബ്രോ വാട്ട്സ് ദിസ്? കൈ കെട്ടണ്ടേ? യു ലിറ്റിൽ മാങ്കി. കം ഓൺ. ആദ്യമായിട്ടാണേ. ഓക്കെ. ഇത് മോസ്റ്റ്ലി 5 million അടിക്കും ബ്രോ. ഇല്ല എല്ലാരും അടിക്കും. 5 അല്ല 10 million അടിക്കും. 10. What bro? ബ്രോ ടൈറ്റ് ആയിരിക്കും. ആളിപ്പോ വരുമോ? വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഹൈ ഇറ്റ്സ് സോ ലൂസ്. ടൈറ്റ് ആയിട്ട് ബ്രോ. ഓക്കെ. ആ ഓക്കെ 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 ഓക്കെ. ബ്രോ ടൈറ്റ് ആയിക്കട്ടെ. ടൈറ്റ് ഓക്കെ. ഓ ഇത് മിക്കവാറും കന്നഡ വേണ്ട ഇങ്ങോട്ട് വന്ന് നീ സോ കൂൾ. ഒറിജിനാലിറ്റിക്ക് വേണ്ടി 2 അടി അടിക്കട്ടെ. സോ റിയാലിറ്റി. ചെറുതായിട്ട്. ഓ വേദനിച്ചോ? നോ. ചെറുതായിട്ട്. ഓ ബ്രോ. Why bro? No, it's enough. എടാ ഇനി ഞാൻ ഒരു കേട്ടോ. ആദ്യമായിട്ടാണേ. പത്തുള്ളി. എങ്ങനെയുണ്ട്? രസമുണ്ടോ? വെരി ഫണ്ണി. അവന്റെ അന്നനാളത്തിൽ കൂടി ഒന്ന് കൊടുക്കായിരുന്നല്ലേ? ചെറുതായിട്ടല്ലേ ബ്രോ? എവിടെ പ്രാങ്ക് ചെയ്യുന്ന ആളെ? എവിടെ പ്രാങ്ക് ചെയ്യുന്ന ആളല്ലേ? ഇനി ഇത്രയും സമയമില്ലേ? അവൻ വരും തോന്നില്ലേ ബ്രോ? നമുക്ക് ഇതിന്റെ ബാക്കി നാളെ എടുത്താലേ? നാളെ എടുക്കാം. നാളെ കുറച്ച് നേരത്തെ വരണം. നാളെ നേരത്തോടെ വരണേ. ഇപ്പൊ ബ്രോ പൊക്കോ. നയിച്ചുവിട്ടാലേ? നയിച്ചുവിടാം. അല്ല ബ്രോ, ആക്ച്വൽ പ്രാങ്ക് തന്നെയല്ലേ ഇത്? ശരിക്കും അല്ലല്ലോ. ബ്രോക്ക് അങ്ങനെ തോന്നിയോ? ചെറുതായിട്ട്. അതല്ലേ അഭിനയം. സൂപ്പർ സൂപ്പർ. സുഭാഷ് ഇവിടെ ഇല്ല. അല്ലെങ്കിലും മലയാളികളെ പറ്റിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് എത്ര സത്യ. UK തന്നെ നിന്നാ മതിയായിരുന്നു. വെറുതെ നാട്ടിൽ വന്ന് അടിയും വാങ്ങി. ഹലോ, അതെ UK ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമായിരുന്നല്ലോ. കൊടുത്തത് കുറച്ച് കൂടിപ്പോയോ? കുറവായെങ്കിലേ ഉള്ളൂ. എന്റെ കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടണായിരുന്നു. കാണിച്ചു കൊടുത്താനെ. എടാ എന്റെ ദേഷ്യം. അല്ല ആശാൻ അറിഞ്ഞ പ്രശ്നമാവൂ. എന്ത് പ്രശ്നം? രാവിലെ ആയിരിക്കില്ലേ? എടാ നിന്നെക്കാ വലുതാണോ മരുമോൻ? എടാ നീ ആശാന്റെ ശിഷ്യനല്ലേ? മണ്ടൻ. അത് വിശ്വസിച്ചു. ആശാനും മണ്ടൻ, ഇവനും മണ്ടൻ. നീയും മണ്ടൻ. അപ്പൊ അത് മൈൻഡ് വോയിസ് അല്ലാതായിരിക്കോ? എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഓടൂലോ. അല്ല, ഞാനൊരു കാര്യം പറയാൻ വന്നേ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്തിനു? ആ മണിക്കൂട്ടനിട്ടൊരു പണി കൊടുത്തില്ലേ? ഓ അതെന്റെ ഐഡിയ ആയിരുന്നു. ഇവൻ കൂടെ നിന്നോളൂ. ആണല്ലേ? താങ്ക് യു. അത് സത്യത്തിൽ അവനെയും കൊണ്ട് ഞാൻ പൊറുതി മുട്ടി. എന്തൊരു ശല്യമായിരുന്നറിയോ? എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല അവനെ. അവൻ്റെ ഒരു കൂളിംഗ് ക്ലാസ്സും അവൻ്റെ ഒരു UK വേറെ ആർക്കും ഇല്ലാത്ത പോലെ. അവൻ്റെ ഭയങ്കര ജാടയായിരുന്നു. അവൻ മാത്രമേ വലിയ ഫോളോവേഴ്സ് ഉള്ളൂ. ഇഷ്ടമല്ലേ അവന്? അല്ലെന്നേ, ശല്യമാന്നേ. ഈ അമ്മയുടെ ഒക്കെ വാക്ക് കേട്ട് അവനോട് ഞാൻ ഇങ്ങനെ മിണ്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. കൂളിംഗ് ഗ്ലാസ് അവൻ്റെ. ഞാനും ആലോചിച്ചിരിക്കുവായിരുന്നു അവൻ എന്തെങ്കിലും പണി കൊടുക്കണമെന്ന്. അപ്പോഴാ നിങ്ങൾ കൊടുത്തത്. ഞാൻ ഇവൻ കൂടെ നിന്നു. അതെ അതെ അതെ, ദാസേട്ടൻ കൊടുത്തത്. എന്തായാലും താങ്ക് യു. ശരി കേട്ടോ. മതി തൊലിക്കുന്നു. തുടങ്ങി. രണ്ടു കണ്ണുകളും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നു. ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കണ്ടടാ എന്നോട് നോട്ടം. അതെ അതെ. ഒന്നുമില്ല. അവൻ്റെ പണിയിട്ടാണ് വാങ്ങിച്ചു. നോക്കിക്കോ കിട്ടും. സൂര്യത്തെ കൈവിട്ട് പോയിടാ. അല്ല സഹായ